ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏവർക്കും ഷാൻപി വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ഒരു കേക്ക് അടപ്പും കൊണ്ടാണ്, മരുന്ന് കുപ്പീൻ്റെയൊക്കെ അടപ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ആ ഒരു അടപ്പിനെക്കാട്ടിലും കുറച്ച് വലിപ്പമുള്ള ഒരു അടപ്പെടുത്തിട്ട് മുറിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ ആകൃതി ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മുറിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആകൃതി വെച്ചിട്ട് നമുക്ക് കട്ടിങ് കൊടുത്ത് അപ്പോൾ നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കേക്ക് ഒട്ടിക്കേണ്ടത്. ബാക്കി മറ്റേ ഭാഗം വരച്ചിടുക. അപ്പോൾ ഇതാണ് മരുന്നിൻ്റെ അടപ്പ് കേട്ടോ. കുറച്ച് പൊക്കലടപ്പ് വേണം. ഈ വെള്ളം കുപ്പിയൊക്കെ ഉണ്ടാവില്ലേ, മിനറൽ വാട്ടർ, അതിൻ്റെ അടപ്പൊന്നും പറ്റൂല കേട്ടോ. അതായത് ഇതുപോലത്തെ കുറച്ചൊരു ഒക്കെ വേണം. പിന്നെ നമുക്ക് അടപ്പൊന്നായി ഒട്ടിക്കാനായിട്ട് ഞാൻ ഈ ഒരു എൻ്റെ അടുത്ത് പഞ്ചർ പാശ ഉണ്ടായിരുന്നു. അത് ഒട്ടുമൊന്നും അറിയില്ല. ഞാൻ മറ്റേ കേക്ക് അതുകൊണ്ട് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് ഭാഷയിലും നിങ്ങൾക്ക് നല്ല ഉറപ്പില്ല ഭാഷ എടുക്കാം കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒരു ഇതിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ പഞ്ചർ ഭാഷ ഒട്ടുണ്ട്. അപ്പോൾ നമ്മളത് അതിൻ്റെ സെൻറ്റർ കൊണ്ടുപോയിട്ട് കുറച്ച് ഭാഗം അതിൻ്റെ സൈഡിൽ കൂടി വിട്ടിട്ട് ഇത് നമ്മൾ ആ ബോർഡ് കേക്ക് വെക്കണ ബോർഡ് മാതിരി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കേക്ക് അതിന്മേൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഉണ്ടോ ഇങ്ങനെ കുട്ടികൾ പോരുന്നില്ല കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത്. നേരത്തെ റെഡ് വെൽവെറ്റ് ആയിരുന്നു. ഇനി നമുക്ക് അതിനായിട്ട് നമ്മൾ ഈ ഒരു കളർ കൂർപ്പിച്ചെടുക്കണം കേട്ടോ. കൂർപ്പിച്ചിട്ട് അതിൻ്റെ പൊടി ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് അപ്പോൾ കുഞ്ഞതായിട്ട് പിരിപിരിയായി വരും. അതാണ് നമ്മൾ കേക്ക് പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് കൂർപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൂർപ്പിച്ചെടുത്തിട്ട് നമ്മൾ അതിനി നമ്മൾ കുറച്ചിച്ച മതി കേട്ടോ കൂർപ്പിച്ചെടുക്കൽ. ഉണ്ടോ? ഇത്ര കുറച്ചൊക്കെ മതി. നമ്മൾ പൊടിക്കുമ്പോൾ നല്ല ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബ്രഷും കൊണ്ട് അവിടത്തേക്ക് ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് പിരിപിരിയായിട്ട് വരും കേട്ടോ. ആണ്ടോ? ഇതേപോലെ ഒന്ന് പിരിപിരിയായി വരും. ഇത് കൈമേ കുഴക്കുമ്പോൾ എന്തോ ഒരു പോലെ. അപ്പം അതാണ് കൈ നേരത്തെ കാണിച്ചിട്ടോ. അതുകൊണ്ട് ഇതേപോലെ പിരിപിരിയായി വരും. അപ്പം ഇനി നേരെ നമുക്ക് ആ കേക്കിൻ്റെ പശ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഫെവിക്കോളാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് ഒട്ടുന്ന പശ ഏതാണെങ്കിലും അത് അവിടെ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് പശ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മേലെ കൂടി കേക്കിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം കേട്ടോ. തികഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും കുറിപ്പിക്കുക, വീണ്ടും പൊടിക്കുക, അതിൻ്റെ മേലെ കൂടി ഇടുക. അത്രയും ഉള്ളോട്ട് പണി. ഇനി നമുക്ക് ബ്രഷും കൊണ്ട് ഒരു കുഞ്ഞ് ബ്രഷും കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാനായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഞാനൊന്ന് കുറച്ച് അവിടുത്തെ കട്ടി പിടിച്ചതൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രഷും കൊണ്ട്. അപ്പോൾ ബാക്കിയില്ലാതെ ഇങ്ങനെ എടുത്തെടുത്ത് ടൈം കൊടുക്കുകയാണ്. അപ്പോൾ ക്യാമറ നേരല്ല വെച്ചിരുന്നതുകൊണ്ട് കാണുന്നില്ല കേട്ടോ അധികം. അപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വലുതാക്കി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഷോർട്ടാക്കിയിട്ട് നമ്മൾ എഴുതുന്നത്. അതായത് HBD അങ്ങനെ എഴുതുന്നത് കേട്ടോ. ഈ ഒരു കുഞ്ഞ് പീസ് A4 ഷീറ്റിലാണ് നമ്മൾ HBD എന്ന് എഴുതാൻ പോകുന്നത് കേട്ടോ. നമ്മൾ HBD എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ എഴുത്തൊന്നും കാര്യമാക്കണ്ട, ഞാൻ ഇതാണ്
കാരണം ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. സ്ഥലം പറഞ്ഞാൽ മലമ്പുഴയ്ക്ക് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര കഴിയാൻ വേഗമുള്ളൊരു പണിയില്ല, അതുകൊണ്ട് വേഗം അവിടെ ഇതാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളത് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സൈഡ് കൂടെയൊക്കെ നമുക്കൊന്ന് പശ തേച്ചെടുക്കാം. HBയുടെ മേലെ മാത്രം പശ തേക്കരുത്, അതിൻ്റെ സൈഡ് കൂടി. അറിയാതെ നമ്മൾ പശ എടുത്തപ്പോൾ അതിൻ്റെ HBയുടെ നടുവിലാണ്ട് വര ഇങ്ങനെ പോയിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ബ്രഷുമ്മ നമ്മൾ ഇതെല്ലാണ്ട് ആ ക്രയോണില്ലാണ്ട് പശ വരെ കറുപ്പായി എന്നിരുന്നു. അപ്പോൾ നമ്മളേതായാലും തേച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടി നമ്മൾ കൂർപ്പിച്ച് വെച്ച ക്രയോണിൻ്റെ പൊടികൾ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് മേലെ വേണ്ട മറ്റേപോലെ മുത്തൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിച്ചോളൂ, കുഴപ്പമില്ല. അപ്പം ഞാനിതാ വീണ്ടും അങ്ങനെ ഇട്ടിട്ട് ഒക്കെ ഫിനിഷാക്കി ഇടണം കേട്ടോ. നമുക്ക് ഈ ഒരു ബ്രഷിൻ്റെ മൂടും കൊണ്ട് നമ്മളിതൊന്ന് ഒന്ന് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഊതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഊതുമ്പോൾ അതൊക്കെ പാടെ നമ്മൾ ഒട്ടാത്ത പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ HBയുടെ അവിടെ കുറച്ച് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ബ്രഷും കൊണ്ടൊന്ന് തട്ടി കളഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കുഞ്ഞ് ബ്രഷ് എടുത്തിട്ടുള്ളത് ഉണ്ട്. HBയുടെ ഒരു സ്ഥലത്തെ മാത്രം ഒന്ന് കളഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. ഇത് ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത് രണ്ടും പാടെ നിങ്ങൾക്കിതിലേതാ ഇഷ്ടമായെന്ന് പറയണേ. ബായ്.